നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞായർ ഹോബാർട്ടിലെ മൂന്നാമംഗത്തിൽ പ്ലേയിംഗ് 11-ൽ ചില മാറ്റങ്ങൾ വരുത്തിയേ തീരൂ. ഇന്ത്യയുടെ സാധ്യതാ പ്ലേയിംഗ് 11 എങ്ങനെയാവുമെന്നു നമുക്ക് നോക്കാം. ഓസ്ട്രേലിയക്കെതിരെ ഒരിക്കൽ കൂടി തുടക്കത്തിൽ തന്നെ പിറകിലായ ശേഷം പരമ്പരയിലേക്ക് തിരിച്ചുവരണമെന്ന വലിയ ചാലഞ്ചാണ് ടീം ഇന്ത്യയ്ക്ക് മുന്നിലുള്ളത്. മെൽബണിലെ രണ്ടാമംഗത്തിലേറ്റ കനത്ത പ്രഹരം തീർച്ചയായും ഇന്ത്യയുടെ കണ്ണു തുറപ്പിക്കുന്നതാണ്. അവസാനം കളിച്ച ഏഷ്യാകപ്പിലേതുപോലെ കാര്യങ്ങൾ സിമ്പിളായിരിക്കില്ലെന്നു സൂര്യകുമാർ യാദവിനും സംഘത്തിനും ബോധ്യമായിട്ടുണ്ടാവും. ഇനിയുള്ള മത്സരങ്ങളിൽ ഏറ്റവും മികച്ച കളി പുറത്തെടുക്കാനായാൽ മാത്രമേ ഏകദിനത്തിലേറ്റ തോൽവിക്ക് പകരം വീട്ടാനും T20 പരമ്പര സ്വന്തമാക്കാനും ഇന്ത്യയ്ക്ക് സാധിക്കുകയുള്ളൂ. ആദ്യത്തെ 2 മത്സരങ്ങളിലും ഒരേ ടീം കോമ്പിനേഷനാണ് ഇന്ത്യ പരീക്ഷിച്ചത്. എന്നാൽ നാളെ പ്ലേയിംഗ് 11-ൽ ചില മാറ്റങ്ങൾ വരുത്തിയേ തീരൂ. ഇന്ത്യയുടെ സാധ്യതാ പ്ലേയിംഗ് 11 എങ്ങനെയാവുമെന്നു നമുക്ക് നോക്കാം. ഇന്ത്യൻ ബാറ്റിംഗ് ഓർഡറിലെ അനാവശ്യമായ റൊട്ടേഷനുകൾ അടുത്ത മത്സരത്തിലെങ്കിലും അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ടോപ്പ് 4 മുതൽ 5 വരെ എല്ലായ്പ്പോഴും ഫിക്സഡായി നിലനിർത്തിയാൽ മാത്രമേ ടീമിന് ശരിയായ ബാലൻസ് ലഭിക്കുകയുള്ളൂ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അപൂർവമായി മാത്രം റൊട്ടേഷനുകൾ നടത്താം. ശുഭ്മൻ ഗില്ലും അഭിഷേക് ശർമ്മയും തന്നെയാവും ഒരിക്കൽ കൂടി ഓപ്പണിംഗിൽ ഇറങ്ങുക. കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യയുടെ പ്രധാന പോസിറ്റീവ് അഭിഷേകിന്റെ പ്രകടനമായിരുന്നു. ഓസ്ട്രേലിയക്കെതിരെ കളിച്ച കരിയറിലെ 2ാമത്തെ കളിയിൽ തന്നെ അദ്ദേഹം ആദ്യ 50യും കുറിച്ചിരുന്നു. ഇനിയുള്ള മത്സരങ്ങളിലും അഭിഷേക് ഫോം തുടരേണ്ടത് ഇന്ത്യയ്ക്ക് ഏറെ പ്രധാനമാണ്. 3ാം നമ്പറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെ കളിക്കും. കഴിഞ്ഞ മത്സരത്തിൽ 4ലേക്ക് മാറിയ അദ്ദേഹം പകരം സഞ്ജു സാംസണിനെ 3ാം നമ്പറിലേക്ക് പ്രൊമോട്ട് ചെയ്തിരുന്നു. തന്റെ സ്ഥിരം പൊസിഷനിൽ തന്നെ സ്കൈ ബാറ്റ് ചെയ്യണം. 4ാം നമ്പർ തിലക് വർമ്മയുടെ കൈകളിൽ ഭദ്രമാണ്. അദ്ദേഹത്തെ ഇതിലും താഴേക്കിറക്കിയാൽ അത് ടീമിന് ഗുണം ചെയ്യില്ല. 5ാമനായി സഞ്ജുവിനു പകരം ജിതേഷ് ശർമ്മയെ ടീമിലേക്ക് കൊണ്ടുവരാം. കഴിഞ്ഞ ഏഷ്യാകപ്പ് മുതൽ അവസരമില്ലാതെ അദ്ദേഹം ബെഞ്ചിലിരിക്കുകയാണ്. ജിതേഷ് തീർച്ചയായും സഞ്ജുവിനേക്കാൾ മികച്ച മധ്യനിര ബാറ്ററാണ്. അക്കാര്യത്തിൽ തർക്കമുണ്ടാവില്ല. അതിനാൽ ജിതേഷിന് ഈ റോളിൽ എന്തു ചെയ്യാൻ കഴിയുമെന്നോ ഇന്ത്യയ്ക്ക് പരീക്ഷിച്ചു നോക്കാം. 6ാം നമ്പറിൽ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ അക്ഷർ പട്ടേൽ ഉണ്ടാവും. പക്ഷേ 7ൽ ശിവൻ ദുബൈക്ക് പകരം ഫിനിഷറായ റിങ്കു സിംഗിനെ ഇന്ത്യയ്ക്ക് കൊണ്ടുവരണം. ദുബൈക്ക് ഇപ്പോൾ ടീമിൽ കാര്യമായ റോളില്ല. ബാറ്റിംഗിൽ അപൂർവമായി മാത്രമേ ചാൻസ് ഉള്ളൂ. ബൌളിംഗിൽ അവസരവും നൽകാറില്ല. അതിനാൽ ഫിനിഷിംഗിൽ കൂടുതൽ മിടുക്കനായ റിങ്കുവായിരിക്കും കുറെ കൂടി നല്ല ഓപ്ഷൻ. ബൌളിംഗിൽ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറെ മാത്രമേ ടീമിന് ആവശ്യമുള്ളൂ. വരുൺ ചക്രവർത്തിയാണ് 11-ൽ സ്ഥാനമർഹിക്കുന്നയാൾ. കുൽദീപ് യാദവിന് പകരം ഇടംകയ്യൻ ഫാസ്റ്റ് ബൌളർ അർഷ്ദീപ് സിംഗിനെ തിരികെ വിളിക്കണം. ടീമിലെ മറ്റ് 2 പേസർമാർ ജസ്പ്രീത് ബുംറയും ഹർഷിത് റാണയുമായിരിക്കും.